എനിക്ക് മൈക്കുട്ടിയുടെയൊക്കെ പ്രായമുള്ളപ്പോഴേ സ്കൂളിൽ വെച്ചൊരു ദിവസം ഞാൻ ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി ഓടുവാണ്. അപ്പോൾ സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പുറത്തെ ക്ലാസ്സിലെ പുതിയ കുട്ടീനെ വിളിച്ചിട്ട് വരാൻ. അപ്പം ഞാൻ വേഗം പോയി ആ കുട്ടീനെ വിളിച്ച് തിരിച്ച് സ്റ്റാഫ് റൂമിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ആ കുട്ടി എന്നെ നോക്കി ബ്യൂട്ടിഫുള്ളായിട്ട് ചിരിച്ചു. അവളുടെ പേരാണ് നിത്യ. എന്നോട് കുറേ കഥകൾ പറഞ്ഞു. നിത്യ ചേച്ചിനെ ആദ്യമായിട്ട് കണ്ടതും അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് കുറേ വർഷങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നതും ഒക്കെ പറഞ്ഞു. അങ്ങനെ കണ്ട് 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 ഒരു ദിവസം കാണാതായി. ഇതാണോ അതിന്റെ ട്രെയിനിങ്? നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾ എങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനോ ലളിതയും ഉണ്ടായിരുന്ന സമയത്താണ് ജിമ്മി ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കുട്ടികളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നോണ്ടിരിക്കല്ലോ, അത് അത്രേ കാണേണ്ടുള്ളൂ. ഈ നാട്ടുകാർ പറയുന്നത് പോലെയൊന്നും. അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. നിനക്കൂടെ കെട്ടണോ? എടാ നിന്നോട് ചോദിച്ചേ, നിനക്കൂടെ കെട്ടണോന്ന്? ഇങ്ങോട്ട് അവർക്ക് സമ്മതാണെന്നല്ലേ നിന്നോട് പറഞ്ഞു? അല്ല, ഇനി അവിടെ ചെന്നിട്ട് വെറുതെ പ്രശ്നം ആവരുത്. ഇല്ലിക്ക, എപ്പോ വേണമെങ്കിലും ചെന്നോളാനാ അവര് പറഞ്ഞേക്കണേ. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട. നീ ഒരു ഡേറ്റ് നോക്ക്, വേണമെങ്കിൽ ഞാനും വരാം. അത് മതി അതൊരു 40 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, നമുക്കിതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? വേഗം തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നീ ഇന്നലെ കുഴപ്പമില്ലെന്ന് പറഞ്ഞതോ? എന്നാലും ഇങ്ങനെ എടുത്തു ചാടി തീരുമാനിക്കുന്നത് കല്യാണമല്ലേ, കച്ചവടമൊന്നുമല്ലോ. ഇവന്റെ കാര്യത്തിൽ ഒരുറപ്പും ഇല്ലാതെ എന്നെ വിളിക്കരുത്, വേറെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം എക്സിനെ കണ്ടതാണ് പ്രശ്നം അല്ലേ? പ്രശ്നമൊന്നുമില്ല, കണ്ടു, പിന്നെ സംസാരിച്ചില്ല. അന്ന് സംസാരിച്ചൂടെ? സംസാരിക്കാം, പക്ഷെ എന്ത് സംസാരിക്കാണ്? ഐ മിസ് യു ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു തുടങ്ങ്. പോടോ, അങ്ങനെയൊന്നുമില്ല, കണ്ടപ്പോ ഒരു ഇളക്കം. ഇളക്കൊന്നുമില്ല. നിത്യ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾക്കിപ്പൊ കുട്ടിയൊക്കെ. അപ്പൊ കറക്റ്റ് ടൈം അല്ലേ? താൻ ചെന്നിട്ട് ആ പയ്യനെ നോക്കി, നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് ഉണ്ണി എന്നൊരു പഞ്ചിടലോ അടിച്ചിട്ടെങ്കിൽ വാ. എടോ, മനസ്സിൽ മിണ്ടണമെന്നുണ്ടെങ്കിലേ താൻ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. ഒന്ന് കണ്ടോക്കല്ലേ? ധൈര്യമായിട്ട് പോകും. താൻ കൊള്ളാട്ടോ. താങ്ക് യു. അല്ല, ഇപ്പൊ പോണോ? അല്ല, ഇപ്പൊ ഞാൻ വേറെ ഷർട്ട് കിട്ടുമെന്ന് നോക്കാൻ പോവാ. എനിക്ക് വെള്ളം കുടിക്കണേ മറക്കല്ലേ. കുടിച്ചോളാം.
പിന്നെ മുങ്ങാനുള്ള പ്ലാൻ ആയിരുന്നോ? കാണാൻ തന്നെ വന്ന. എന്നിട്ട് അന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിന്നെ കണ്ടായിട്ട് ഡാർക്കും. നിനക്കൊരു മാറ്റമില്ലല്ലോ. ഒരു ചായ കുടിച്ചാലോ? കുടിക്കാം. എന്നാ വാ. മിന്നൂസ് ടീ സ്റ്റാർ. നമ്മൾ സ്കൂളിൽ പോണ വഴിയിലൊരു ചായക്കട ഉണ്ടായിരുന്നില്ലേ? പീറ്ററിന്റെ അവിടെയല്ലേ? നമ്മൾ കുറെ കാലം പോയി ചായ കുടിച്ചിട്ടുണ്ട് അവിടെ. ആ അതന്നെ. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. ആണോ? ആ ഒരു ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ പ്രാക്ടീസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയത് അവിടെ. എന്നിട്ട് നിന്റെ ഉപ്പ് വന്നു, നീ എഴുന്നേറ്റ് ഓടി. ഇപ്പഴും വാപ്പനെ കാണുമ്പോ ഓടാറുണ്ടോ? ഇല്ല, ഇപ്പൊ വാപ്പായ ഓടാറ്. പീറ്ററിന്റെ മോളുടെ കല്യാണത്തിന് ഞാനും ബാബിച്ചും കൂടി പോയിണ്ടായിരുന്നു. ആണോ? നീ എന്താ ഇത്രയും കാലമായിട്ടും കേട്ടാഞ്ഞേ? പെണ്ണ് കിട്ടിയില്ലേ? കിട്ടിയില്ല. ഇപ്പൊ കോമ്പറ്റീഷൻസിനൊന്നും പോവാറില്ലേ? ഞാനോ? എനിക്ക് പണ്ടേ അതൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബാബുജിന്റെ ഇൻട്രസ്റ്റ് അല്ലേ. പിന്നെ അതിനുശേഷം എന്നെ ബാബുജി കടലെടുത്തില്ലേ. 5 കൊല്ലം മിക്കാക്കാടെ കൂടെയായിരുന്നു. അവിടെ ചെന്നിട്ട് ഇടയ്ക്ക് നിന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഞാനത് വിട്ടു. വിട്ടോ? നിത്യയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അരുണ് ബിസിനസ്സാ. മുംബൈയിലും ബാംഗ്ലൂരൊക്കെ ഓഫീസ് ഉണ്ട്. ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കുക. എന്താ പ്രശ്നം? എന്താ? നീ തന്നെ കാരണം. ഞാൻ ചുമ്മാ പറഞ്ഞ അയക്ക് തന്നെ അറിയോ പോലുമില്ല. വീട്ടുകാരെല്ലാരും കൂടി അറേഞ്ച് ചെയ്ത കല്യാണ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് സെറ്റായില്ല. തുടക്കം തൊട്ടേ പ്രശ്നങ്ങളായിരുന്നു. നിനക്ക് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. നീ സിംഗിൾ ആയിട്ട് സൂക്ഷിച്ച് നടക്കല്ലേ? പിന്നെ ഭയങ്കര സുഖല്ലേ. അന്ന് അനീതി ഒരു ഗരാഷിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടല്ലോ. അത് നമ്മുടെ കോളേജിന്റെ അടുത്താ. സ്ഥലമൊക്കെ അവിടെ സെറ്റായി. പണി നടക്കുന്നു. നമ്മുടെ ശ്രീനാഥിന്റെ കൂടെ. ആര്? നമ്മുടെ കുട്ടി ശ്രീയാ? അവൻ എന്താ പറയണു? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും പഴയ തള്ളൊക്കെ ഉണ്ടോ? പഴയ പോലെ ഇല്ല, ഇപ്പൊ കുറവാ. നല്ല പ്രോത്സാഹനം കിട്ടുന്നില്ലല്ലോ. നീ അവന്റെ നമ്പർ ഒന്ന് തന്നെ, നമുക്ക് കുറച്ച് പ്രോത്സാഹിപ്പിക്കാം. 9846. ഹലോ. ഹലോ, ശ്രീനാഥ് ശ്രീധരൻ. അതെ, ആരാണ്? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. പറഞ്ഞോളൂ. ഒരു 2001, 2004 കാലഘട്ടത്തിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്വർണ്ണ പല്ല് കെട്ടിയ തത്ത അതിന് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നിത്യ മുരളീധരൻ. അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ടോ? അങ്ങനെ അധികം കാണാറൊന്നുമില്ല. നമ്മുടെ അരുണിനെയും ഫിലിപ്പിനെയും കടയിൽ കാണാറുണ്ട്. പിന്നെ നമ്മുടെ മീര ഇടയ്ക്ക് ഫാമിലിയായിട്ട് ഷോറൂമിൽ വന്നിരുന്നു വണ്ടിയൊക്കെ നോക്കാനായിട്ട്. അപ്പൊ നീ ജിമ്മിനെ കാണാറില്ല? ജിമ്മിനെ കാണാറുണ്ട്. പിന്നെ ആ ഒരു വിഷയം ഇവിടെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നാലേ ആ വിഷയം എന്താ എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ലൗഡ് സ്പീക്കറിലാ. അത് നന്നായിട്ടാ, അങ്ങനെ സേഫ് ആയിട്ടിരിക്കുന്നേ. ശരി, എന്ന് മസ്റ്റ് ആയിട്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് കാണണേ. കാണാം. ഓക്കെ. ഈ അങ്കിളിനെ അറിയോ? എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചോ? ഹായ്, ഐ ആം ധ്രുവി. ജിമ്മി. ധ്രുവി നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടല്ലോ. താങ്ക് യു. വാ പോവാ. നടന്നാലോ? ഇനി എന്നെ കാണുമ്പോ മുങ്ങാൻ നിക്കണ്ട കേട്ടോ. ഇല്ല,
ഞാൻ ശ്രീനാഥനോട് മേടിച്ചാൽ മതിയോ എന്ത് നമ്പർ? അതെന്താ എന്നോട് ചോദിച്ചാ? നമ്പർ എന്താ? ഫോൺ. ടെക്സ്റ്റ് ചെയ്യണേ. ഇനി ഇവിടെ നിന്നാലേ ഇവൻ എന്നെ തിന്നും. ശരി. ബൈ.